ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അവന് 4 പ്രയോജനങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രയോജനം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചതിനുള്ള പ്രതിഫലം കിട്ടും. ഇൻഷാ അല്ലാഹ് പറഞ്ഞാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവന്റെ കാര്യം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ ഉണ്ടെങ്കിൽ സത്യമായിട്ട് ഞാൻ തരാം എന്ന് പറഞ്ഞു. പക്ഷെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കതിൻ്റെ അതിന് പകരമായി ചെയ്യേണ്ട കാര്യത്തിൽ നിന്ന് ആ ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞതിൻ്റെ പേരിൽ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇല്ലെങ്കിലോ അതിൻ്റെ ശിക്ഷ കൂടെ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു പുറത്തിരുമാറാകട്ടെ. 4, അവൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിൽ അള്ളാഹു ബർക്കത്ത്